ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം മൊത്തം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം. മൊത്തത്തിലായിട്ട് ആ 47 ശ്ലോകങ്ങളുടെ ഒരു റിവിഷനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു പോകാം. അപ്പോൾ ഇവിടെ അറിയാമല്ലോ, നമ്മൾ ആദ്യം എപ്പോഴും ഭഗവത്ഗീത ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ഗീതാ മാഹാത്മ്യം ചൊല്ലണം. ഗീതാ മാഹാത്മ്യം ആദി ശങ്കരാചാര്യർ സ്വാമികളാണ് എഴുതിയിരിക്കുന്നത്, ഒരു 7 ശ്ലോകങ്ങളിലായിട്ട്. അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും എന്ത് കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ലേ ഉള്ളൂ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നത്. ഇപ്പം ഗണപതി ഹോമം നടത്തുന്നു, നമ്മുടെ തടസ്സങ്ങൾ മാറാൻ അല്ലേ, ഭഗവതി സേവ നടത്തുന്നു, നമ്മുടെ എല്ലാ ദുരിതങ്ങളും മാറാനും ഒക്കെ തന്നെ. അപ്പോൾ ഓരോന്നിനും ഓരോ കാരണമുണ്ട്, അല്ലാതെ നമ്മൾ ആരും ഒന്നും ചെയ്യത്തില്ല അല്ലേ. അതുപോലെ തന്നെ ഭഗവത്ഗീത പഠിച്ചാൽ എന്ത് പ്രയോജനമാണെന്ന് ആചാര്യ സ്വാമികൾ ഒരു 7 ശ്ലോകങ്ങളിലായിട്ട് തരികയാണ്. അപ്പം അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഗീതാശാസ്ത്രമിതം പുണ്യം യപ്പടേത് പ്രേതഫുമാൻ വിഷ്ണോർ പദം അവാപ്നോതി ഭയശോകാദി വർജിത അല്ലേ. അങ്ങനെ ഓരോ ശ്ലോകങ്ങളായിട്ട് ഭയം ശോകം അതെല്ലാം മാറിക്കിട്ടുമെന്നും ഗീതാധ്യാനം എന്നും ഭഗവത്ഗീത പഠിക്കുകയും പ്രാണായാമം ചെയ്യും തോറും നമ്മളുടെ പാപങ്ങളെല്ലാം മൈനസ്സാകുകയും പുതുതായിട്ട് നമ്മളൊന്നും പാപങ്ങൾ വരുത്തി വെക്കാതെയും ഇരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവത്ഗീത പഠിച്ചു പോകുമ്പം നമ്മൾ പിന്നെ അതനുസരിച്ചായിരിക്കുമല്ലോ ജീവിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് പുതിയ പാപങ്ങൾ നമ്മൾ വരുത്തുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ ഗീത കർത്തവ്യ കിം അന്യശാസ്ത്ര വിശ്രേ. ഭഗവത്ഗീത ഉള്ളപ്പോൾ പിന്നെ വേറെ ശാസ്ത്രങ്ങൾ എന്തുകൊണ്ട്? മുഖപദ്മാത് വിനിസൃത, ഭഗവാന്റെ മുഖകമലത്തിൽ നിന്ന് തന്നെ വന്നതാണ് അല്ലേ. അപ്പൊ വേറെ ശാസ്ത്രങ്ങൾ എന്തിനാണെന്നാ ചോദിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ശ്ലോകം ഭാരതാമൃത സർവസ്വം എന്ന് വെച്ചാൽ മഹാഭാരതത്തിന്റെ സർവസ്വമാണ്, എസൻസ് ആണ് ഭഗവത്ഗീത. ഭഗവത്ഗീത മഹാഭാരതത്തിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 1,25,000 ശ്ലോകങ്ങളുണ്ടല്ലോ മഹാഭാരതത്തിൽ, അതിൽ 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത. അപ്പം ഈ ഭഗവത്ഗീതയാണ് എസൻസ് മഹാഭാരതത്തിന്റെ. അതുപോലെ തന്നെ സർവോപനിഷദോ ഗാവു. അതെന്താ? എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവാണെങ്കിൽ കറവക്കാരനാരാ? ഭഗവാനും പശുക്കുട്ടി ആരാ? പാർത്ഥനുമാണ്. അപ്പൊ ഇത് കുടിച്ചാൽ മതി, എല്ലാ ഇത് മാറി നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് വന്ന് ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം അല്ലെ. ഒരേ ഒരു ശാസ്ത്രം, ദേവകിയുടെ പുത്രൻ ആരാ? ഭഗവാന്റെ പാട്ട് ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകി പുത്ര ഏവ, ഒരേ ഒരു ദേവൻ ആരാ? ഭഗവാൻ അല്ലെ. പിന്നെ ഏകോ മന്ത്രസ്യ തസ്യ നമാനി ആനി, ഒരേ ഒരു മന്ത്രം, മഹാമന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പിന്നെ അതുപോലെ കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഭഗവാൻ കർമ്മം ചെയ്യുന്നത്, ഭഗവാന്റെ ഓരോ പൂജാതി കാര്യങ്ങൾ, ഭഗവാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്തു പോകാനാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഇതാണ് നമ്മൾ ഫോളോ ചെയ്തു പോയാൽ നമ്മളുടെ പാപങ്ങളും പുണ്യങ്ങളും എല്ലാം മൈനസായി ഭഗവാനിൽ മനസ്സർപ്പിച്ച് നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റും. അപ്പൊ ഇത് ഭഗവത്ഗീത ചൊല്ലിയാലുള്ള ഗുണങ്ങളാണ് ഇത് ഗീത മാഹാത്മ്യത്തിൽ പറയുന്നത്. ഇത് ശങ്കരാചാര്യ സ്വാമികളാണ് ഇത് എഴുതിയത്. ഇനി നമുക്ക് ഭഗവത്ഗീത തുടങ്ങാം. ഭഗവത്ഗീത അർജുന വിഷാദയോ. നമ്മൾ ഏതൊരു കാര്യം ശുഭമായിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. പക്ഷെ ഇവിടെ വിഷാദമോ വിഷമമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും വിഷമമായിട്ടല്ലായിരുന്നു. യുദ്ധം നടക്കുവാണല്ലോ, 2 പക്ഷന്മാരെ, 2 പാണ്ഡവന്മാരും ധാർത്തരാഷ്ട്രന്മാരും അല്ലെ. പാണ്ഡുവിന്റെ മക്കള് പാണ്ഡവന്മാരും ധൃതരാഷ്ട്രയുടെ മക്കള് ധാർത്തരാഷ്ട്രന്മാരും തമ്മിലാണല്ലോ യുദ്ധം. അപ്പൊ ഈ യുദ്ധം നടക്കുമ്പം ധൃതരാഷ്ട്രർക്ക് മൊത്തം വിശ്വാസമുണ്ട് തന്റെ മക്കള് തന്നെ ജയിക്കും. എന്തുകൊണ്ടാ? ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യരുണ്ട്. ഭീഷ്മരാണ് മെയിൻ. ആ ഭീഷ്മരുള്ളപ്പോ പിന്നെ ഞാൻ വിഷമിക്കുന്നത് എന്തിനാ? പക്ഷെ 10ാമത്തെ ദിവസം, 18 ദിവസമാണ് യുദ്ധം നടക്കുന്നത്. അതിൽ 10ാമത്തെ ദിവസം ഭീഷ്മര് വീഴും. ഭീഷ്മര് വീണെന്ന് കണ്ടപ്പം പിന്നെ ധൃതരാഷ്ട്രർക്ക് ആകെ പേടിയായിപ്പോയി. ഇനി തന്റെ മക്കൾക്ക് എന്തും സംഭവിക്കും. അങ്ങനാണ് ധൃതരാഷ്ട്ര സഞ്ജയനോട് പറയുന്നത്, ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളു. പിന്നെ സഞ്ജയൻ വിവരിക്കുന്നതാണ്. അതുമല്ല, ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയൊക്കെ അച്ഛൻ വേദവ്യാസ മഹർഷിയാണ്.
യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മഹർഷി പറയും, വേദവ്യാസ മഹർഷി പറയും, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിനക്കൊരു ദിവ്യദൃഷ്ടി തരാം, അതിൽ കൂടി കാണാൻ പറ്റും. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, ഭീഷ്മരുണ്ട്, എൻ്റെ മക്കളെ തന്നെ ജയിക്കും, എനിക്കിനി ഇത് കാണണ്ട. മാത്രവുമല്ല, എനിക്കിനി ആ രൂപമൊന്നും കാണാൻ വയ്യ. എന്ന് വെച്ചാൽ ഭഗവാൻ ഇവിടെ ദൂതന് വന്നപ്പം വിശ്വരൂപം കാണിച്ചായിരുന്നു. അത് കണ്ട് ആകെ ഇതായിപ്പോയി. ധൃതരാഷ്ട്രർക്ക് പോലും കാണാൻ പറ്റിയെന്നാ പറയുന്നത്, അത്രയ്ക്ക് പ്രകാശമായിരുന്നു. അപ്പം ഇനി ആ ഒരു ഭയവും ഉണ്ട്. അപ്പം വേണ്ട, ഭീഷ്മരുണ്ട്. അപ്പം പക്ഷെ അവര് ദീർഘവീക്ഷണമുള്ളയാണല്ലോ. വേദവ്യാസ മഹർഷി തൻ്റെ ശിഷ്യനും കൂടിയായ സഞ്ജയന് ആ ദീർഘവീക്ഷണം കൊടുക്കുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നാമത്തെ ദിവസം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ ഭീഷ്മർ വീണെന്ന് കണ്ടപ്പോൾ ധൃതരാഷ്ട്ര ചോദിക്കുന്നു. അങ്ങനെ സഞ്ജയൻ വർണ്ണിക്കാൻ തുടങ്ങിയാണ്. അപ്പൊ ധൃതരാഷ്ട്ര ആദ്യം ചോദിച്ച ചോദ്യം തന്നെ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, എന്ന് വെച്ചാൽ ധർമ്മക്ഷേത്രമാണ് ഈ കുരുക്ഷേത്ര ഭൂമി. ആ ധർമ്മയുദ്ധവും കൂടെ ആണല്ലോ. അപ്പൊ ആ ഭൂമിയിൽ എൻ്റെ മക്കളും പാണ്ഡവന്മാരും തമ്മിൽ എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസിലാ, പ്രസന്റ് തൊട്ട് പറയുവല്ലോ. അത് കഴിയുമ്പം സഞ്ജയൻ വിവരിക്കുന്നുണ്ട്. രാജാവ് ദുര്യോധനൻ ആചാര്യന്റെ അടുത്ത് മുംബൈയിൽ പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, പാണ്ഡവന്മാരുടെ സൈന്യം നോക്കിയാലും വികസിച്ച് നിൽക്കുവാണ്. അവിടെ അങ്ങയുടെ സഹപാഠിയായ ദ്രോണരുടെ മകനാണ്, ധൃഷ്ടദ്യുമ്നനാണ് അവിടുത്തെ സേനാധിപൻ. മാത്രമല്ല അങ്ങയുടെ ശിഷ്യൻ കൂടിയാണ്. അപ്പം ദ്രോണാചാര്യരെ ഒരു ദേഷ്യം പിടിപ്പിക്കാൻ, എന്ന് വെച്ചാൽ ഒരു വൈരാഗ്യം പിടിപ്പിക്കാനാണ് ഈ കാര്യം പറയുന്നത്. ദുര്യോധനൻ നന്നായിട്ട് അറിയാം പാണ്ഡവന്മാരോടാണ് ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും ഒക്കെ സ്നേഹം. അതുമല്ല, ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യനാണ് അർജുനൻ അപ്പുറത്ത് നിൽക്കുക. അപ്പം അതെല്ലാം അറിയാം. അപ്പം അവരോടൊരു വൈരം തോന്നിക്കേണ്ട വേക്കിലിയാണ് ആചാര്യന്റെ അടുത്ത് പോയി ഓരോ കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് 10ാമത്തെ ശ്ലോകം തന്നെ, അപര്യാപ്തം തദാസ്മാകം, അല്ലെ, നമ്മുടെ സൈന്യം ഭീഷ്മരെ നയിക്കുന്നുണ്ട് അപര്യാപ്തമായിട്ട് തോന്നുന്നു, എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്. പക്ഷെ അപ്പുറത്തെ സൈന്യം ഭീമരെ നയിക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഭഗവാനുണ്ട്, അതുകൊണ്ടാണ് കംപ്ലീറ്റ്. ഇവിടെ അതില്ല, അല്ലെ, ഒത്തിരി ആളും പേരും എല്ലാം ഉണ്ട്. പക്ഷെ ആ ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ കൃപ ഇല്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അതാണ്, അവിടെ ആള് കുറവാ, 7 അക്ഷോഹിണിപ്പടയേ ഉള്ളു. അതേസമയം ഇവിടെ 11 അക്ഷോഹിണിപ്പടയേ ഉണ്ട്. പക്ഷെ അവിടാണ് മൊത്തത്തിൽ ഒരു വികസിച്ച് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അവിടെ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയും, ഭീഷ്മരെ നയിക്കുന്നോണ്ടാണ്, ഭീഷ്മര് വളരെ പ്രായം ചെന്നു. അപ്പൊ എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ഭീഷ്മരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് ഭീഷ്മർക്ക് മനസ്സിലായി ദുര്യോധനൻ നന്നായി ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആചാര്യന്റെ മുമ്പിൽ പോയി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഭീഷ്മര് ദുര്യോധനന് സന്തോഷം പകരേണ്ട വേക്കില് നല്ല ഉച്ചത്തിൽ സിംഹനാദം വിനദ്യോജ്, സിംഹനാദത്തിന്റെ കൂട്ട്, സിംഹം ഗർജിക്കുന്ന കൂട്ട് തൻ്റെ ദിവ്യമായ ശംഖത്ത് ഊതി. അത് കഴിയുമ്പോൾ അവരുടെ പക്ഷത്തുള്ളവർ അവരുടെ കയ്യിലുള്ള എല്ലാം ശംഖകളും പണവങ്ങളും എല്ലാം ഇട്ട് ഘോഷിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവർ യുദ്ധം പ്രഖ്യാപിച്ചു. ഇവരിവിടെ നിന്നാണ് ആഹ്വാനം ചെയ്തത്. അത് കഴിയുമ്പോൾ ഭഗവാനും മാധവനും പാണ്ഡവന്മാരും എല്ലാവരും തൻ്റെ കയ്യിലുള്ള അവരവരുടെ കയ്യിലുള്ള ശംഖുകൾ ഊതിയും അവരൂതിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കൃഷ്ണനാണ് ഊതിയത്. അപ്പൊ ഈ ശംഖ് ഊതിക്കഴിഞ്ഞ് ആദ്യം ശംഖ് ഊതണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സേനാധിപതി ധൃഷ്ടദ്യുമ്നനാണ്. എന്താ ധൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്നത് പാണ്ഡവന്മാരുടെ ഭാര്യ ദ്രൗപദിയുടെ സഹോദരനാണ്, അല്ലെ. പക്ഷെ ധൃഷ്ടദ്യുമ്നൻ അല്ല ഊതിയത്, കൃഷ്ണനാണ് ഊതിയത്. അതെന്താന്ന് വെച്ചാൽ ഭഗവാൻ, ഇത് ധർമ്മയുദ്ധമാണ്, അല്ലെ. ഇത് യുദ്ധം നടക്കുന്നതിന് മുമ്പേ ചേട്ടനനിയന്മാരുടെ മക്കൾ തമ്മിൽ സ്വത്തിനുള്ള യുദ്ധമാണല്ലോ. അപ്പൊ യുദ്ധമുണ്ടായാൽ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ഒത്തിരി അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടും, ഒത്തിരി ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടും, ഒത്തിരി കുട്ടികൾക്ക് അച്ഛന്മാരെ നഷ്ടപ്പെടും. അങ്ങനെ ഒത്തിരി കുഴപ്പങ്ങളുള്ള കാരണം ഭഗവാൻ ദൂതനായിട്ട് ചെല്ലുന്നുണ്ട് അവിടെ, ഒരു അവസാനത്തെ ഒരു ശ്രമമായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷെ അതൊന്നും ദുര്യോധനം വകവെക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, ഇത് ജ്യേഷ്ഠനന്യന്മാരുടെ മക്കൾ തമ്മിലുള്ള രാജപതിക്ക് രാജസിംഹാസനത്തിനുള്ള അവകാശത്തെ ഉന്നയിച്ചാണല്ലോ യുദ്ധം.
ഒരു കാര്യം നിങ്ങൾ പപ്പാതിയായിട്ട് എടുക്കുക, രാജ്യം പകുക്കുക, പപ്പാതിയായിട്ട് ഭരിക്കുക. അപ്പൊ ദുര്യോധനൻ പറയും നടക്കത്തില്ല. അത് കഴിയുമ്പോൾ ഭഗവാൻ ശരി എന്നാൽ അവർക്ക് 5 ഗ്രാമങ്ങൾ കൊടുക്കുക. അതും സമ്മതിക്കത്തില്ല ദുര്യോധനൻ. എന്നാൽ ശരി 1 ഗ്രാമമെങ്കിലും കൊടുക്കുക, അതും സമ്മതിക്കത്തില്ല. എന്നിട്ട് പറയും സൂചി കുത്താൻ പോലും ഇടം തരത്തില്ലെന്ന് പറയും. 1 ഗ്രാമവും കഴിഞ്ഞ് 1 വീടെങ്കിലും കൊടുക്കുക. 5 മക്കളും അമ്മയും ഭാര്യമാരും എല്ലാവരും താമസിച്ചോളും, ഒന്നും സമ്മതിക്കത്തില്ല. അന്നേരമാണ് ദുര്യോധനൻ പറയുന്നത് സൂചി കുത്താൻ പോലും ഞാൻ അവർക്ക് ഇടം കൊടുക്കത്തില്ല. ഇത് കണ്ടപ്പം ഭഗവാന്റെ ആ ദൗത്യം തന്നെ നിഷ്ഫലമായി അല്ലെ. അപ്പം ഭഗവാന് നന്നായിട്ട് മനസ്സിലായി ഇത് ദുര്യോധനൻ അധർമ്മിയാണ്, അധർമ്മത്തിന്റെ പ്രതീകമാണെന്നും ദുര്യോധനന്റെ ഈ നിലപാടിന് കൂട്ടുനിൽക്കുന്നവരും ആരൊക്കെയാ, ഭീഷ്മര്, അതുപോലെ തന്നെ ദ്രോണാചാര്യർ, ഇവരെല്ലാം തന്നെ അധർമ്മികളാണെന്നും ആ ഒരു ബോധ്യമായി. അങ്ങനെ അധർമ്മത്തിനെതിരായ യുദ്ധം അനിവാര്യം തന്നെയാണെന്ന് ഭഗവാനും ഉറപ്പിച്ചു. അങ്ങനെ ഇത് ജ്യേഷ്ഠനനിയന്മാരുടെ മക്കൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ധർമ്മവും അധർമ്മവും തമ്മിലുള്ളതാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഭഗവാന് തന്നെ മനസ്സിലായി. അങ്ങനെ മഹാഭാരത യുദ്ധം ധർമ്മത്തിന് വേണ്ടിയുള്ളതാണെന്ന് തൻ്റെ പാഞ്ചജന്യ ശംഖം മുഴക്കി ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞേച്ച് ഭഗവാനും പാണ്ഡവന്മാരും ശംഖൂതി കഴിയുമ്പോൾ അവരുടെ പക്ഷത്തുള്ള പാണ്ഡവ പക്ഷത്തുള്ള രാജാക്കന്മാരും അവരവരുടെ കയ്യിലുള്ള ശംഖുകൾ ഊതി. അതങ്ങോട്ട് കഴിയുമ്പം പാണ്ഡവന്മാരുടെ എല്ലാവരുടെയും ശംഖൂതി കഴിഞ്ഞപ്പോഴത്തേക്ക് ധാർത്തരാഷ്ട്രന്മാരുടെ എല്ലാം ഹൃദയം ഇങ്ങനെ ഭേദിക്കാൻ തുടങ്ങി. നഭശ്ച പൃഥ്വിയും ചെയ്യുവാന്നൊക്കെയല്ലേ പറയുന്നത്. നഭവും പൃഥ്വിയും, നഭം എന്ന് വെച്ചാൽ ആകാശവും പൃഥ്വിയും എല്ലാം പൊളക്കുന്ന രീതിയിലുള്ള ഈ സൗണ്ട് കേട്ട് ധാർത്തരാഷ്ട്രന്മാരുടെ എന്നുവെച്ചാൽ ദുര്യോധനാദികളുടെ എല്ലാം ഹൃദയം ഇങ്ങനെ പേടിച്ചു പോയി അവർ ശരിക്കും. അതങ്ങോട്ട് കഴിയുമ്പം അർജുനന്റെ രഥത്തിൽ കൊടിയടയാളമായിട്ട് ഹനുമാൻ സ്വാമിയുടെയാണ്. അപ്പം ആ രഥത്തിൽ ഇരുന്ന് അർജുനൻ തൻ്റെ തേരൊക്കെ അമ്പും വെല്ലും ഒക്കെ റെഡിയാക്കി ഭഗവാൻ ആദ്യ നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതറിയാലോ, ആദ്യത്തെ നിർദ്ദേശം എന്താ, 2 സേനകളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്താനാണ് ഭഗവാനോട് അർജുനൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്തോ ചെയ്യും, 2 തേരുകളുടെയും മധ്യത്തിൽ തന്നെ എന്നിട്ട് പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, എനിക്ക് കാണണം ആരൊക്കെയാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്. ഈ ദുർബുദ്ധികളായ ധാർതരാഷ്ട്രന്മാരുണ്ടല്ലോ, അവർക്ക് പ്രീതി നൽകാൻ ഏതൊക്കെ രാജാക്കന്മാരാ വന്നിരിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതുകൊണ്ട് 2 സേനകളുടെ മധ്യത്തിൽ കൊണ്ട് നിർത്താൻ പറയും. ഭഗവാൻ ആദ്യ നിർദ്ദേശമാണ് കൊടുക്കുന്നത്. അതങ്ങോട്ട് കഴിയുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്, ഭഗവാൻ ഉത്തമമായിട്ട് രഥത്തെ കൊണ്ടുപോയി സ്ഥാപിക്കും 2 സേനകളുടെ മധ്യത്തിൽ മാത്രമല്ല, മുഖാമുഖം ഭീഷ്മരുടെയും ദ്രോണരുടെയും മുഖാമുഖമായിട്ട് കൊണ്ട് നിർത്തിയും, അതുപോലെ തന്നെ ബാക്കി എല്ലാ രാജാക്കന്മാരും കാണത്തക്ക രീതിയിലാണ് കൊണ്ട് നിർത്തിയിട്ട് അർജുനൻ കണ്ട ഭഗവാൻ ഗുഡാകേശനോട് പറയുന്നുണ്ട്. അവിടെ കുറെ പേരുകൾ വരുന്നുണ്ട്. ഗുഡാകേശൻ എന്ന് വെച്ചാൽ നിദ്രയെ ജയിച്ചവൻ, അർജുനൻ നിദ്രയെ ജയിച്ചവൻ, അതുകൊണ്ടാണ് ഗുഡാകേശൻ എന്ന് പേര് വന്നത്. അങ്ങനെ ആ ഗുഡാകേശനോട് പറഞ്ഞ പ്രകാരം 2 മധ്യത്തിൽ കൊണ്ട് നിർത്തിയേ. എന്നിട്ട് പാർത്ഥനോട് പറഞ്ഞു കണ്ടാലും കുരുവംശജാതരെ എല്ലാരെയും കണ്ടാലോ എന്നും പറഞ്ഞു. ഇതെല്ലാം ഭഗവാൻ സംസാരിക്കുന്നൊന്നുമില്ല, അർജുനൻ പറയുന്നതും ഇതൊക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തത്ര പശ്യത് സിദ്ധാൻ പാതാൻ, കണ്ടാലും തത്ര പശ്യത് എന്ന് വെച്ചാൽ അവിടെ കണ്ടാലും സ്ഥിതി ചെയ്യുന്ന ആൾക്കാരെ എല്ലാരെയും, ആരൊക്കെയാ, പിതാമഹൻ, പിതൃക്കള് അല്ലെ, പിതാമഹന്മാര്, പിന്നെ അച്ഛന്മാര്, ആചാര്യന്മാര്, അമ്മാവന്മാര്, ഭ്രാത്രാൻ, പുത്രാൻ, സഖീം സത എല്ലാരും. അങ്ങനെ അവരെല്ലാരെയും കണ്ടാലോന്നും പറഞ്ഞു. അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാരെയും അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോ എന്തുവായി, അയ്യോ ഇതൊക്കെ സ്വജനങ്ങളാണല്ലോ, ആകെ വിഷമമായി അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് കൃപയാ പരയാവിഷ്ടോ വിഷീതന്നിതം അബ്രവീത്, സ്വജനങ്ങളെല്ലാം കൂടെ കണ്ട് ആചാര്യന്മാരെയും ദ്രോണാചാര്യരെയും ഭീഷ്മരെയും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അർജുനൻ ആകെ തളർന്നു പോയി, വിഷമിച്ച് ഇങ്ങനെ പറഞ്ഞു. എന്താണ് അർജുനൻ പറഞ്ഞ്,
ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ, കൃഷ്ണ ഞാൻ എൻ്റെ സ്വജനങ്ങളെയാണല്ലോ കാണുന്നത് തന്നെ. യുദ്ധം ചെയ്യാൻ ഭയങ്കര ഉത്സാഹത്തിൽ വന്ന് ആൾക്കാർ എൻ്റെ സ്വജനങ്ങൾ തന്നെയാണ്. അത് കഴിയുമ്പോൾ അർജുനൻ സ്വജനങ്ങളെ കണ്ടിട്ട് ഓരോ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ശരീരത്തിൻ്റെ മാറ്റങ്ങളാണ് ആദ്യം പറയുന്നത്. സീതന്തി മമ ഗാത്രാണി എന്ന് വെച്ചാൽ എൻ്റെ ശരീരം തളരുന്നു, വായ വരണ്ടു പോകുന്നു, ശരീരം വിയർക്കുന്നു, രോമങ്ങളെല്ലാം ഇങ്ങനെ രോമാഞ്ചമുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു, ദേഹമൊക്കെ ചുട്ടുപൊള്ളുന്നു, എനിക്ക് ശക്തി കിട്ടുന്നില്ല, എൻ്റെ മനസ്സ് തന്നെ ഭ്രമിച്ചു പോകുന്നു. ശരീരത്തിന്റെ മാറ്റങ്ങളാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭീഷ്മാചാര്യർ ഇവരുടെ അച്ഛൻ കൊച്ചിലെ മരിച്ചുപോയി അല്ലെ, പാണ്ഡു. അപ്പൊ എന്താ സംഭവിച്ചത്? ഭീഷ്മരാണ് ഇവരെ വളർത്തിയതുമെല്ലാം. ഭീഷ്മന്റെ മടിയിലിരുന്നാണ് അർജുനൻ കഥകൾ കേട്ടതും, അതുപോലെ തന്നെ താടി പിടിച്ചു വലിച്ചും ആന കളിച്ചും കൂടെ കിടന്നുറങ്ങി അങ്ങനെ വളർന്നതാണ്. അതുപോലെ തന്നെ ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യനാണ് അർജുനൻ. അപ്പൊ ഈ ഭീഷ്മ പിതാമഹനെ ആചാര്യനെയൊക്കെ അല്ലേ വധിക്കണ്ടേ? നമ്മളുടെ ശാസ്ത്രപ്രകാരം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന അവരെ നമസ്കരിക്കുന്നതിന് പകരം അവരുടെ എതിരായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അർജുനൻ തളർന്നു. അങ്ങനെ ശരീരത്തുണ്ടായ മാറ്റങ്ങളാണ് ഇത് പറഞ്ഞത്. ഭഗവാന് ഒരു കുലുക്കോ ഇല്ലാതെ നിൽക്കുന്ന കണ്ടപ്പം അടുത്തത് പറയുക, നിമിത്താനിച്ച പശ്യാമി വിപരീതാനി കേശവ. അടുത്ത നിമിത്തങ്ങളിലോട്ട് അർജുനൻ പോവുക. കേശവ ഭഗവാനെ വിളിക്കുന്നതാണ്. കേശവൻ എന്നൊരു പേരുമുണ്ട്. കേശി എന്ന അസുരനെ വധിച്ചുകൊണ്ടാണ് ഭഗവാന് കേശവൻ എന്ന പേര് കിട്ടിയത്. അപ്പൊ കേശവ, ഞാൻ നിമിത്തങ്ങളാണ് കാണുന്നത്. അത് നല്ല നിമിത്തങ്ങളല്ല, വിപരീതമായിട്ടല്ലേ ദുശകുനങ്ങളാണ് കാണുന്നത് അല്ല. നിമിത്തങ്ങൾ എന്ന് വെച്ചാൽ ശകുനങ്ങൾ. ഞാൻ ശകുനങ്ങൾ കാണുന്നു, അത് ദുശകുനങ്ങളാണ് കാണുന്നത്. അത് എനിക്ക് ശ്രേയസ് തരുന്നതല്ല, സ്വജനങ്ങളെ വധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് വേണ്ട. അത് കഴിയുമ്പോൾ പറയും, കാംക്ഷി വിജയം കൃഷ്ണ, ഞാൻ വിജയം കാംക്ഷിക്കുന്നില്ല, രാജസുഖവും എനിക്ക് വേണ്ട. എന്തിനാണ് ഗോവിന്ദ ഈ രാജഭോഗ സുഖങ്ങളൊക്കെ എന്തിനാണ് അല്ലേ? ഓരോ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു വരുവാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അർജുനൻ തളർന്നു, വികാരഭരിതനായാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോംപ്രമൈസ് എല്ലാം കഴിഞ്ഞാണ് യുദ്ധഭൂമി വന്നത്. ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നേരെ യുദ്ധം ചെയ്യുക അല്ലേ. പക്ഷെ ഇവിടെ അർജുനൻ തളരുകയാണ് ചെയ്യുന്നത്. സ്വജനങ്ങളെ കണ്ടിട്ട് അർജുനൻ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. വികാരഭരിതനാവുക, വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം വികാരത്തിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേ ഒരു സംഭവം രാമായണത്തിലും കാണുന്നുണ്ട്. ദശരഥ മഹാരാജാവ് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ദേവന്മാർക്ക് വിജയം പ്രാപിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് ദശരഥ മഹാരാജാവാണ് അത് വിജയിപ്പിക്കുന്നത്. അപ്പൊ ആ യുദ്ധം നടക്കുമ്പം തൻ്റെ രഥത്തിന്റെ വീലൊന്ന് ഇതാവുന്നുണ്ട്. അപ്പം കൈകേയി മാതാവാണ് അത് നന്നായിട്ട് പിടിച്ചു വെച്ച് ഒക്കെ സഹായിച്ചത്. അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് അവരുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയത്. അപ്പൊ ആ സന്തോഷത്തിൽ ദശരഥ മഹാരാജാവ് ഭാര്യയോട് പറയും, നിനക്ക് ഞാൻ 2 വരങ്ങൾ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറയാം. അപ്പം പറയും, കൈകേയി മാതാവ് പറയില്ല എനിക്കൊന്നും വേണ്ട. അപ്പൊ പറയില്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, ദേവന്മാരെ ഞാൻ വിജയിപ്പിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ഇല്ലല്ല വേണ്ട. ഇല്ല ശരി, നിനക്ക് ഇപ്പൊ വേണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നെ എപ്പോഴെങ്കിലും മേടിച്ചോ. കണ്ടീഷനും കൂടെ കൊടുത്ത്. ഇതാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് മക്കൾ വലുതായി അവരെ രാജാവാക്കേണ്ട സമയം വന്നപ്പോൾ 3 പത്നിമാരുണ്ടല്ലോ, 4 മക്കളും ഉണ്ട്. അപ്പൊ ഈ മൂത്ത മകനാണല്ലോ രാജാവുണ്ട്. അപ്പം ശ്രീരാമചന്ദ്രൻ രാജാവുമായിരുന്നു. പക്ഷെ കൈകേയി മാധവന് ഏറ്റവും ഇഷ്ടം രാമനെയായിരുന്നു. പക്ഷെ അവിടെ മന്ധര അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെ, വേണ്ടാദിനങ്ങൾ പറഞ്ഞു കൊടുത്ത്. അപ്പോഴത്തേക്കും ഈ 2 വരത്തിന്റെ കാര്യവും ഓർമ്മിപ്പിച്ചു. അങ്ങനെയാണല്ലോ ശ്രീരാമചന്ദ്രനും വനത്തിൽ പോകേണ്ടി വരുന്നത്, ഭരത ചക്രന് അവിടെ രാജ്യം ഭരിക്കേണ്ടി വന്നതും ഒക്കെ തന്നെ അല്ലെ. അപ്പം ദശരഥൻ ആകെ തളർന്നു പോയി. അപ്പോൾ ആ സന്തോഷം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, സന്തോഷം വരുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ പോകരുത്. ദുഃഖം അത് സംസാരിച്ചാൽ ഒരു കാര്യങ്ങളിലും ഇടപെടാനേ പോകരുത്. അതുപോലെ ദേഷ്യം വരുമ്പോഴും മിണ്ടാനേ പോകരുത്. എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷം വരുമ്പം
ഇപ്പൊ ദശരഥ മഹാരാജാവ് തന്നെ ചെയ്തത് കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മളും ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന സമയം നമ്മളുടെ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മക്കൾക്ക് ഇപ്പോൾ സിവിൽ സർവീസസോ മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടിയെന്ന് അറിയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാകും. അപ്പോൾ കാണും ഒരു വള ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് വളയൊക്കെ നമ്മളങ്ങ് ഊരി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഷോ വേണ്ട, ഇത് കൊടുക്കണ്ടായിരുന്നു, ഡ്രസ്സ് വല്ലതും മേടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ഇതെടുക്കാൻ പാടില്ല അല്ലേ. അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ ആ ഒരു മൊമെന്റിൽ എന്തോ പറയുന്നത് നമുക്കറിയില്ല. അത് പക്ഷെ പർപ്പസ്ലി പ്ലാൻ ചെയ്ത് പറയുന്നതല്ല, ഓൾ ഓഫ് എ സഡൻ വരുന്നതായിരിക്കും. അപ്പം നമ്മളത് അതുകൊണ്ട് ദേഷ്യം വരുമ്പോഴും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോഴും നമ്മൾ മിണ്ടാൻ പാടില്ല. ഒരു പ്രോവർബ് തന്നെ ഉണ്ടല്ലോ, സ്പീച്ച് ഈസ് സൈലൻസ് സിൽവർ ഈസ് സ്പീച്ച് ഈസ് സിൽവർ സൈലൻസ് ഈസ് ഗോൾഡ്. അപ്പം അതങ്ങ് ഫോളോ ചെയ്താൽ മതി. അപ്പം നമ്മൾ കൂടുതലും മിണ്ടാനോ എടുക്കാനോ ഒന്നും പോകരുത്, അത് ആപത്തായിട്ട് വരും. അപ്പം ഇവിടെ അർജുനന്റെ ഇതേ അവസ്ഥയാണ്. സ്വജനങ്ങളെ കണ്ടിട്ട് ആകെ വിഷമിച്ച് വികാരത്തിന് അടിമയാണ് പെട്ടിരിക്കുന്നത്. വിചാരത്തിന് പകരം വികാരത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ വ്യക്തിയും വിഷാദവും യോജിക്കുമ്പോഴാണ് വിഷാദയോഗം ഉണ്ടാകുന്നത് അല്ലെ. അതിന്റെ അനന്തരഫലം തന്നെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഓരോന്ന്. ഇനി അടുത്തത് നോക്കാം. കാംക്ഷേ വിജയം കൃഷ്ണ, ഇതെല്ലാം അല്ലെ. അപ്പൊ ഇവിടെ അതെല്ലാമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ കാണാം യേശാമർത്ഥേ കാംക്ഷിത്തം നോ. അവിടെ ആ ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താ, ആർക്കു വേണ്ടിയാണോ ഞാൻ ഈ യുദ്ധമെല്ലാം ചെയ്യാൻ, ആർക്കു വേണ്ടിയാണോ ഈ രാജഭോഗ സുഖങ്ങളൊക്കെ കാംക്ഷിച്ചു വന്ന് അവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ആചാര്യനും പിതരിവരെല്ലാം ഇവർ വധിക്കപ്പെടും. പിന്നെ ഈ രാജ്യഭോഗങ്ങളൊക്കെ കിട്ടിയിട്ട് ആര് കാണാൻ, എന്ത് പ്രയോജനം അല്ലേ. ഇവരെല്ലാം ആചാര്യന്മാരെല്ലാം മരിച്ചു പോകല്ലോ, അവർ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ ഇവരൊക്കെ വീരപരാക്രമികളാണ് പാണ്ഡവന്മാര്. എന്തായാലും ധാർത്തരാഷ്ട്രന്മാര് വധിക്കപ്പെടും. അപ്പൊ പിന്നെ ആർക്കു വേണ്ടിയാണ്, അതാണ് അർജുനൻ ചോദിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു ഭഗവാൻ അനങ്ങുന്നേ ഇല്ല, ഓരോ ന്യായങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ കാരണം ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയും, ഞാൻ വധിക്കാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല മധുസൂദന. ത്രൈലോക്യത്തിന്റെ ആധിപത്യം എനിക്ക് കിട്ടിയാലും, പണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ആകാശം ഭൂമി പാതാളം ഒക്കെ ഭരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് 3 ലോകങ്ങൾ കിട്ടിയാലും എനിക്ക് വേണ്ട, പിന്നല്ലേ ഈ ഭൂമിയുടെ വേക്കിൽ ഞാൻ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് ധാർത്തരാഷ്ട്രന്മാര് ആത്തത്തായിനകളാണ്. ഇവിടെ ആത്തത്തായിന എന്ന് വെച്ചാൽ 6 തരക്കാരെയാണ്, 6 ഇതാണ് ആത്തത്തായിനകളിൽ വരുന്നത്. ഒന്നെന്ന് വെച്ചാൽ വീടിന് തീ വെക്കുന്നവര്, 2 ഭക്ഷണ പദാർത്ഥങ്ങളിൽ വിഷം കലർത്തുന്നവര്, മൂന്നാമത്തേന്ന് വെച്ചാൽ ആയുധം പ്രയോഗിക്കുന്നവര്. എന്ന് വെച്ചാൽ ഒരാളുടെ കൈ ആയുധം ഇല്ല, മറിച്ച് നമ്മുടെ കൈ ആയുധമുണ്ട്, നമ്മൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ആത്തത്തായന. ഒരേപോലെ വേണം ചെയ്യാൻ. അവരുടെ കയ്യിലും ആയുധം ഉള്ളപ്പോൾ വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ. അപ്പൊ ആയുധം ഇല്ലാതെ ഒരാൾ ആയുധവും കയ്യിലെടുത്തോണ്ട് ചെയ്യുന്നതിന് ആത്തത്തായനകളെന്നാണ് അവരെയും വിളിക്കുന്നത്. അതുപോലെ ധനത്തെ അപഹരിക്കുന്നവർ എന്ന് വെച്ചാൽ കണക്കിൽ കൃത്രിമകളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ അവരെ പറയും. പിന്നെ അതുപോലെ തന്നെ അന്യന്റെ ഭൂമി അപഹരിക്കുന്നവരും, അതും കൃത്രിമ രേഖകളൊക്കെ ഉണ്ടാക്കി ഭൂമി അപഹരിക്കുമല്ലോ അവര്. പിന്നെ അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നവർ, ഇവരെത്ര ആത്തത്തായനകളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ധാർത്തരാഷ്ട്രന്മാർ ആത്തത്തായനകളാണ് എന്ന് വെച്ചാൽ കൊച്ചിലേ തൊട്ടേ ഇവരെല്ലാം ദ്രോഹിച്ചുകൊണ്ടിരുന്നേ അല്ലെ. ഭീമനൊക്കെ വിഷം കലർത്തി കൊടുത്തെയാണ് ആഹാരത്തിൽ. ഇവരെല്ലാം അരക്കില്ലത്ത് തീ വെച്ചല്ല ഇവരെല്ലാരും താമസിച്ചുകൊണ്ടിരുന്ന. ഇപ്പത്തെ സ്വത്ത് പപ്പാതി കിട്ടേണ്ടതിന് മൊത്തത്തിൽ അവർ അപഹരിച്ചുകൊണ്ട് പോയിരിക്കും അല്ലെ. അപ്പൊ ഇവര് ആത്തത്തായനാണ്, ഇവര് വധിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ അത് സ്വജനങ്ങളാണ് കൃഷ്ണ. അതുകൊണ്ട് ഈ പാപം എനിക്ക് കേൾക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് സ്വജനത്തെയാണ് ഈ മുറുക്ക പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതായിരിക്കുക. അതുകൊണ്ട് പിന്നെ പറയുന്നുണ്ട് ധാർത്തരാഷ്ട്രം സ്വബാന്ധവാൻ, ഇവരെ ആരെയും വധിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇതുവരെ ഞാൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കും കാണാം, ഇപ്പൊ രാഷ്ട്രീയത്തിലായാലും അല്ലാതെ സംഘടനകളിലായാലും അവര് ഓരോ പേര് മെയിനായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ മുന്നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവര് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ഞാൻ ചെയ്തു, ഞാൻ അവരെ പോയി കണ്ടു, എന്റെ കഴിവാന്ന് പറയും, ഞാൻ എന്ന് പറയും. സപ്പോസ് ആ കാര്യങ്ങൾ ഇവരെ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോ എന്ത്, ഞങ്ങൾ പരിശ്രമിച്ചായിരുന്നു, ഞങ്ങൾ കുറെ നോക്കി, അത് ഞങ്ങളായിട്ട് മാറും അല്ലെ. ഇവിടെ അർജുനനും അത് തന്നെ, ഇതുവരെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഭഗവാനെയും കൂടെ കൂട്ടുപിടിച്ചു, വയം എല്ലാവരെയും കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. തസ്മാ നർഹ വയം ഹന്തും
ഞങ്ങൾ അവരെ വധിക്കില്ല. എന്താന്ന് വെച്ചാൽ അവർ ഞങ്ങളുടെ ബന്ധുക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വജനങ്ങളെ വധിച്ചിട്ട് കിട്ടുന്ന സുഖം വേണ്ട കൃഷ്ണ, ഭഗവാനോട് പറയുകയാണ്. അപ്പം ഞങ്ങൾ ബന്ധുക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് വെച്ചാൽ പിന്നുള്ള ശ്ലോകങ്ങൾ എന്താ 38, 30 എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷവും അതുപോലെ മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പാപവും ഈ ലോഭം കൊണ്ട് ദുര്യോധനാദികള് ഇതെല്ലാം മറന്ന് അവർക്കത് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾക്കറിയാവല്ലോ കുലങ്ങളെ ക്ഷയിച്ചാലുള്ള ദോഷവും അതുപോലെ തന്നെ മിത്രങ്ങളെ വധിച്ചാലുള്ള പാപം ഇതെല്ലാം ദോഷമാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് റെഡിയല്ല എന്നാണ് ഭഗവാന്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന, അടുത്ത കുലങ്ങളെ പിടിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം ശരീരത്തിന്റെ പറഞ്ഞു, ബന്ധക്കളെന്ന് പറഞ്ഞു, നിമിത്തങ്ങളെ പിടിച്ചു, അടുത്ത കുലങ്ങളെ പിടിച്ചിരിക്കുക. അപ്പൊ കുലങ്ങള് ക്ഷയിച്ചു പോവും. എന്താന്ന് വെച്ചാൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എത്രയോ പേര് മരണപ്പെടുവാണ് അല്ലേ. അപ്പം ആളുകളില്ലാതെ വരുമോ വീട്ടിൽ, ആണുങ്ങളില്ലാതെ വരും. അപ്പൊ കുലങ്ങൾ നശിച്ചു പോകുന്നു. അപ്പൊ കുലധർമ്മം തന്നെ സനാതനമായിട്ടുള്ള ഓരോ പണ്ട് തൊട്ടേ സനാതനം എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായിട്ടുള്ള ആ കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നു. അപ്പൊ കുലധർമ്മം ഇല്ലാതായി പോയാൽ എന്താ സംഭവിക്കുന്നത്? ധർമ്മം തന്നെ നഷ്ടമാവുന്നു അല്ലെ. മൊത്തത്തിൽ കുലങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാമായ കുലങ്ങളും കുലധർമ്മവും എല്ലാം പോയാൽ എന്താവും? അധർമ്മം മുന്നിൽ വരും. അപ്പൊ അധർമ്മം മുന്നിൽ വരുമ്പോ എന്താവും? സ്ത്രീകൾ ദുഷിച്ചു പോകും. വാർഷ്ണയ എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിക്കുന്നുണ്ട്. വൃഷ്ണി കുലത്തിൽ ജനിച്ചവനെ ഭഗവാനും ഒരു കുലത്തിലെ ആണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വാർഷ്ണയ എന്നും പറഞ്ഞപ്പോ സ്ത്രീകളും എല്ലാം ദുഷിച്ചു പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വർണ്ണസങ്കരം സംഭവിക്കും അല്ലെ. അപ്പം കുലങ്ങൾ ക്ഷയിക്കും, കുലധർമ്മങ്ങൾ നശിച്ചു പോകും. അങ്ങനെ വരുമ്പം അധർമ്മം മുന്നിട്ട് വരും. അധർമ്മം വരുമ്പോ എന്താ സംഭവിക്കുന്നത്? കുലസ്ത്രീകൾ ദുഷിച്ചു പോകും. കുലസ്ത്രീകൾ ദുഷിച്ചു പോയാൽ വർണ്ണസങ്കരം ഉണ്ടാവും. വീട്ടിൽ ആണുങ്ങളില്ല, അപ്പൊ അല്ലേ വർണ്ണസങ്കരം സംഭവിക്കും. പലരും വന്ന് അറ്റാക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ വർണ്ണസങ്കരം സംഭവിച്ചു. വർണ്ണസങ്കരം എന്ന് വെച്ചാൽ സങ്കരം എന്ന് വെച്ചാൽ മിശ്രസന്തതികൾ, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താവും? കുലങ്ങൾ തന്നെ കുലത്തെ മുടിച്ചവരും ഒക്കെ ആയിട്ട് അങ്ങനെ എന്താ സംഭവിക്കുന്നത്? ഈ പിതൃക്കൾ പോയി നരകത്തിൽ പതിക്കും അല്ലേ. മിശ്രസന്തതികളൊക്കെ സമർപ്പിക്കുന്ന ലുപ്തപിണ്ടോ ദോഗ ക്രിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ശ്രാദ്ധങ്ങളും ആ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അത് പിതൃക്കൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അവര് പോയി നരകത്തിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജാതിധർമ്മവും കുലധർമ്മവും എല്ലാം ശാശ്വതമായിട്ടുള്ള ഇതെല്ലാം നശിച്ചു പോവുകയാണ് കൃഷ്ണ. ഭഗവാൻ ഇങ്ങനെ അപേക്ഷിക്കുകയാണ്, ഭഗവാന്റെ അടുത്ത് അപേക്ഷിക്കുക അർജുനൻ. പിന്നെ അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് അടുത്തത് പറയുന്നുണ്ട്. എന്താ പറയുന്ന, കുലധർമ്മം ചെയ്യാതെ നശിച്ച മനുഷ്യർ എന്നും നരകത്തിൽ തന്നെ വസിക്കുന്നു. ഭഗവാനോട് അർജുനൻ പറയുക. അങ്ങനെയും പറഞ്ഞു നോക്കി, അതും ഒരു രക്ഷയില്ല. അത് കഴിയുമ്പോ അഹോ ബദ മഹത് പാപം കർത്തും വ്യവസിതാവയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ അടുത്ത് പറഞ്ഞുകൊണ്ട് അഹോ ബദ മഹാപാപം, അയ്യോ മഹാപാപം ഞങ്ങൾ ചെയ്തല്ലോ. എന്തെന്നാൽ രാജസുഖ ലോഭത്തിന്റെ വെയ്ക്കലിയല്ലേ നമ്മൾ ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരു പശ്ചാത്താപമാണ് അർജുനന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഭഗവാൻ, നമ്മൾ ഒരു സിനിമയ്ക്കകത്ത് നാടോടിക്കാറ്റോ അങ്ങനെ എന്തോ ഒരു സിനിമയ്ക്കകത്ത് ശ്രീനിവാസനും മോഹൻലാലും കിടന്നുറങ്ങും. രാത്രി കിടക്കുമ്പോൾ അവർ പറയുമല്ലോ, അല്ലേലും എന്താ ദാസനും വിജയനുമായിട്ട് എന്തുവാ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞെന്നൊക്കെ പറയത്തില്ല. എന്താ വെച്ചാൽ അവര് പശുക്കളെ മേടിക്കുമല്ലോ, പശു അടുത്ത കുറെ പശുക്കൾ അങ്ങനെയൊക്കെ. ആ ഐഡിയ നേരത്തെ വരാഞ്ഞ എന്തായിരുന്നു ദാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംസാരം ഉണ്ടല്ലോ. അതുപോലെ ഇവിടെ അർജുനനും തോന്നി, ഇതെന്താ ഭഗവാനെ നേരത്തെ ഈ ബുദ്ധി തോന്നാഞ്ഞ, യുദ്ധം വേണ്ട, ഇങ്ങനൊക്കെ സംഭവിക്കുമല്ലോ എന്നുള്ള ഒരു ഐഡിയ. അതാണ് ഇവിടെ. അപ്പം അത് കഴിഞ്ഞേച്ച് പിന്നെ പറയുന്നുണ്ട്, യതി മാം അപ്രതീകാരം അശസ്ത്രം, ശസ്ത്രപ്പാണ്, ഞാൻ അശസ്ത്രമായിട്ട് തന്നെ ഇവിടെ ഇരിക്കുക. അവര് ധാർത്തരാഷ്ട്രന്മാര് വന്ന് എന്നെ ശസ്ത്രം കൊണ്ട് വധിച്ചോട്ടെ, അത് തന്നെ ആയിരിക്കും ക്ഷേമം. എന്താന്ന് വെച്ചാൽ ഞാൻ യുദ്ധത്തിൽ വീഴുകയും ചെയ്തു, മരണപ്പെടുകയും ചെയ്തു. യുദ്ധത്തിൽ വീരസ്വർഗം പ്രാപിക്കുവാന്നാണല്ലോ ക്ഷത്രിയ ധർമ്മം തന്നെ. അപ്പൊ അതുമായി ഞാൻ എന്നാ വധിച്ചതുമില്ല, എനിക്കൊരു പാപവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഭഗവാന്റെ അടുത്ത് ഓരോ ന്യായങ്ങളാണ് ഇവിടെ അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ
സഞ്ജയ് വാച ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജം ശശ്രം ചാപം ശോക സംവിഘ്ന മാനസ. ആകെ തളർന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുക, അർജുനൻ ആകെ തളർന്ന് രഥത്തിന്റെ പുറത്ത് ഇരുന്ന്, എന്നിട്ട് അമ്പും വില്ലും താഴെ ഇട്ടിട്ട് തേരുതട്ടിൽ ഇരുന്ന് വിഷമിച്ച്, ശോക സംവിഘ്ന മനസ്സെന്ന് എന്ന് വെച്ചാൽ ദുഃഖിച്ച്, ആകെ വിഷമിച്ച് ഭഗവാന് അവിടെ അങ്ങ് മാറിയിരുന്നു. ഇവിടെ എന്താന്ന് വെച്ചാൽ അർജുനൻ തോന്നി ഇത് ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള യുദ്ധമാണെന്ന് അർജുനന്റെ തോന്നല്. പക്ഷെ ധർമ്മത്തിന്റെ ആളാണ് മുന്നിലിരിക്കുന്നത് അല്ലെ, ഭഗവാനല്ലേ മുമ്പിലിരിക്കുന്നത്. പക്ഷെ മനസ്സും ശരീരവും തളർന്ന് ഞാൻ യുദ്ധം ചെയ്യില്ല, ആ ഒരു ഇതിലാണ് അർജുനൻ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കണം, മനോബലം, കായബലം എന്ന് വെച്ചാൽ ശരീരബലം, ബുദ്ധിബലം, ഇതാണല്ലോ. അതിനകത്ത് ബുദ്ധിയും ശരീരബലവും മാത്രമുണ്ട്. മനസ്സിന് ബുദ്ധിയില്ലെങ്കിൽ പോയി. മനോബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ആ മനോബുദ്ധിക്ക് നമ്മൾ ശാസ്ത്രം പഠിച്ചു തന്നെ പോകണം. ആ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ നമ്മളിപ്പം കുട്ടികൾ പഠിച്ചു പോയാൽ, ചൊല്ലിപ്പോയാൽ മതി. ആ ചൊല്ലി പോയാൽ തന്നെ അവരിൽ ഒത്തിരി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കുറെ കഴിയുമ്പോൾ ഒരു 10+2 ഒക്കെ കഴിയുമ്പോൾ ഭഗവത്ഗീത പഠിച്ചു തന്നെ പോകണം, എന്താണ് അതിനകത്തുള്ളതെന്ന്. അത് അറിഞ്ഞു പോകുമ്പോൾ ഒരു കുട്ടികളും ഒരു തെറ്റിപ്പോയി വീഴത്തില്ല. അവരൊരു നല്ല കുട്ടികൾ, നല്ല ഒരു ജനറേഷൻ നമുക്കിനി അടുത്ത് വളർന്നു വരും. പക്ഷെ ഭഗവത്ഗീത പഠിക്കണം. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളിൽ ആ ഒരു ഇതില്ല. എല്ലാവരും അമ്പലത്തിൽ പോവും വരും, മാതാപിതാക്കൾ പോയി വഴിപാടുകൾ നടത്തും, കാര്യസാധ്യത ഒരു ബിസിനസ് ഡീലാണ് ഭഗവാനുമായിട്ട് നടക്കുന്നത്. അതൊരു വിശ്വാസം. അതിൽ നിന്നൊക്കെ ഉയരണം നമ്മൾ. ഭഗവാൻ ആരാണ്? ഭഗവാൻ അല്ലെ, നമ്മൾ എന്താണ്? നമ്മളൊക്കെ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ജന്മത്തിലെ കൂടെ ഉള്ളവര് മുജ്ജന്മത്തിൽ വേറെ ആരേക്കുമായിരുന്നു, അടുത്ത ഇനിയും ജന്മങ്ങളുണ്ട്, അടുത്ത ആര്. അപ്പൊ നമ്മൾ പക്ഷെ ഈ ഉണ്ടാക്കുന്ന പണമോ പ്രശസ്തിയോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വിദ്യാഭ്യാസമോ മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ ഇതൊന്നും അടുത്ത ജന്മത്തിലേക്കില്ല, ഇതെല്ലാം ഇവിടത്തേക്കേ ഉള്ളു. പക്ഷേ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഒരു സംഘം, ഭഗവാനെ അറിഞ്ഞു പോവുക. ഒരു ശ്ലോകം തന്നെ ഉണ്ട്, ജന്മനാൽ ജായത്തെ മർത്യ കർമ്മനാൽ ജായത്തെ ദ്വിജ ബ്രഹ്മജ്ഞാനിന ഏവ ബ്രാഹ്മണ എന്ന് വെച്ചാൽ ജന്മനാൽ ജായത്തെ മൃത്യ എന്ന് വെച്ചാൽ ജനനം കൊണ്ട് മനുഷ്യര്, കർമ്മനാൽ ജായത്തെ ദ്വിജ എന്ന് വെച്ചാൽ കർമ്മം കൊണ്ടാണ് ഡോക്ടറും എഞ്ചിനീയറും കാർപ്പൻറ്ററും ലേബർ എന്ത് തന്നെ ആയാലും. ബ്രഹ്മജ്ഞാനിന ഏവ ബ്രാഹ്മണ എന്ന് വെച്ചാൽ ഭഗവാനെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. എക്സ്ക്യൂസ് മീ. അപ്പൊ ഭഗവാനെ അറിഞ്ഞവനാണ് ബ്രാഹ്മണൻ. അപ്പൊ ആ ഭഗവാനെ അറിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ ശാസ്ത്രം പഠിക്കണം. അതിന് നമ്മൾ ശാസ്ത്രം പഠിക്കണമെങ്കിൽ, ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സത്സംഗത്തിൽ വരിക തന്നെ വേണം. ആ സത്സംഗത്തിൽ വരുമ്പോൾ നമ്മൾ നാമം ചൊല്ലുകയും നമ്മൾ ശാസ്ത്രം പഠിക്കാനും തുടങ്ങും. ഈ നാമം ചൊല്ലുന്ന ഇതൊക്കെ ഭഗവാന്റെ വെയ്ക്കലിയല്ല, നമ്മുടെ വെയ്ക്കലി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ, നമ്മളുടെ ഉള്ളിലെ ചിന്തകൾ കുറയും, നമുക്ക് മനഃശക്തി കിട്ടുകയും മനസ്സ് ശുദ്ധമാകുകയും ചെയ്യും. അപ്പൊ ആ മനസ്സ് ശുദ്ധമാകി നമുക്ക് ഷഡ്വൈരികളുണ്ട് എന്ന് വെച്ചാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതെല്ലാം. അപ്പൊ എന്ന് വെച്ചാൽ വാശി, വൈരാഗ്യം, അസൂയ, ഇതെല്ലാം ഉണ്ട് നമുക്കൊക്കെ അല്ലെ, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പൊ ഇതെല്ലാം പോകണം, നമ്മൾ ശുദ്ധരായി മാറണം. അതിനൊക്കെ നമ്മുടെ ശാസ്ത്രം തന്നെ പഠിച്ചു പോകണം. നമ്മളൊരു ടിവിയും ഫ്രിഡ്ജും ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടും അല്ലെ, ഒരു മാനുവലും ഒരു ഗ്യാരണ്ടി കാർഡും. എങ്ങനെ ഉപയോഗിക്കണമെന്നും എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഭഗവത്ഗീത എങ്ങനെ ജീവിക്കണം നമ്മൾക്കുള്ളതാണ്. 2ാമത്തെ ഗ്യാരണ്ടി, ഭഗവാൻ തന്നെ ഗ്യാരണ്ടി പറയുന്നത് ഒത്തിരി ശ്ലോകങ്ങളിനകത്ത് ഭഗവാൻ പറഞ്ഞു. ഞാനിത് മുൻപ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ എടുത്ത് പിന്നെയും പറയുന്നില്ല. പല ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ആശ്രയിച്ചു, ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. പക്ഷെ നമ്മൾക്ക് സംശയവുമാണ്, നമുക്ക് ഭഗവാനെ അത്രയും വിശ്വാസമില്ല, നമ്മളങ്ങനെ ആ ഒരു ശരണാഗതിയിലോട്ട് പോകുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ ഇത് വരുന്നത്. കാര്യസാധ്യത്തിന് വേക്കില് അമ്പലത്തിൽ പോയി ഇത് ചെയ്യുന്ന അല്ല ഭക്തി, അതൊരു വിശ്വാസ ഭക്തി. പക്ഷെ നമ്മൾ ജ്ഞാനഭക്തിയിലോട്ട് ഉയരുകയാണ് ചെയ്യേണ്ടത്. ആ ജ്ഞാനഭക്തിക്ക് ശാസ്ത്രം പഠിച്ചു പോയ ഒരു കുട്ടികളും ഒരു തെറ്റുവഴി പോകത്തില്ല. ഒരു 12th വരെയെങ്കിലും നമ്മൾ ഭഗവത്ഗീത പഠിച്ചു പോകണം. ഈ പഠിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നല്ല മെമ്മറി പവർ ആയിരിക്കും, നല്ല ഗ്രാസ്പിംഗ് പവർ ആയിരിക്കും, ഓർമ്മശക്തിയും നന്നായിട്ട് പിടിച്ചെടുക്കാനുള്ള കഴിവും കിട്ടും. എന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ് ശ്ലോകാസിന് അത്രയും ആ ഒരു പവറാണുള്ളത്. മാത്രമല്ല
നമ്മൾ ആ ഒരു അതൊരു സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞതാണ്. പിന്നെ സ്പിരിച്വലായിട്ട് പറയുവാണെങ്കിൽ ആ ഭഗവത് നാമമല്ല ചൊല്ലിയിട്ട് പോകുന്നത്, ആ ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീത. ആ ഭഗവത് നാമം ചൊല്ലി പോകുമ്പോൾ ഭഗവാൻ നമുക്കൊരു കവചമായിട്ട് കാണും അല്ലേ. അപ്പോൾ അതും വലിയൊരു ഫാക്ടറാണ്. പിന്നെന്ന് വെച്ചാൽ എന്നും കുട്ടികൾ രാവിലെയും വൈകിട്ടും മസ്റ്റായിട്ട് നാമം ചൊല്ലിയിട്ട് തന്നെ പോകണം. നമ്മളത് ശീലിപ്പിക്കണം. അതിന് അമ്മമാർ കുറച്ചൊന്ന് പുറവിന് നിന്നാലേ പറ്റത്തുള്ളൂ. 24 മണിക്കൂർ ബുദ്ധിയും ഭഗവാൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ കുറേ കിടന്ന് ഉറങ്ങിയും ടിവിയും കണ്ടു റീൽസും കണ്ടു ഒരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതം നമുക്ക് അറിയത്തില്ല എപ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകം വിട്ട് പോകുന്നതെന്നല്ലേ. നമ്മുടെ ആത്മാവിനെ നമ്മൾ ഉയർത്തണം, അല്ലാതെ വെറുതെ ഇങ്ങനെ സുഖലോഭങ്ങളിലല്ല, അതൊരു ഇതേ അല്ല. അപ്പം നമ്മൾ നന്നായിട്ട് ആ ഭഗവാന്റെ കാര്യങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ച് നമ്മൾ കുട്ടികളെയും കൊണ്ടുപോയാൽ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഭാഗവതത്തിൽ തന്നെ പഞ്ചമസ്കന്ധത്തിൽ 5ാം അധ്യായത്തെ ഋഷഭദേവന് 100 മക്കളാണ്. അതിലാണ് ഭരത ചക്രവർത്തി, പിന്നെ നവയോഗികളൊക്കെ 11ാമത്തെ സ്കന്ധത്തിൽ വരുന്നുണ്ട്. അപ്പം ആ ഋഷഭദേവൻ തൻ്റെ മക്കളോട് പറയുന്നൊരു ശ്ലോകമുണ്ട്, ഗുരുന സസ്യാത് പിതാന സസ്യാത് ജനനീന സസ്യാത് എന്നും പറഞ്ഞൊരു ശ്ലോകം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗുരു ഗുരുവാകത്തില്ല, ഒരു അച്ഛനാകത്തില്ല, ഒരു അമ്മയാകത്തില്ല എപ്പം ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ. പക്ഷെ കുട്ടി വരുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഈ പണം ഉണ്ടാക്കാനുള്ള വിദ്യയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ അവരെ ഇതിൽ കൊണ്ടുവരണം, കൊച്ചിലേ തൊട്ട് തന്നെ കൊണ്ടുവരണം. നമ്മൾ ബാലഭാരതിയിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇപ്പം പല്ല് തേക്കുമ്പം കുട്ടികൾ ഇങ്ങനെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമല്ലേ. അപ്പം നമ്മൾ അവരെ പല്ല് വേണ്ട കൊച്ചു കരയുന്നതെന്ന് അപ്പം ഇന്ന് വിട്ടേക്കാന്നും പറഞ്ഞ് അമ്മമാർ വിടത്തില്ലല്ലോ അല്ലേ. പിടിച്ച് കുത്തി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടാക്കി കുത്തി ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്താ പല്ല് തേച്ചില്ലേ കുഴപ്പമാ അല്ല. ഇപ്പൊ അവർ സ്കൂളിൽ പോകാൻ കരയുന്നു, ഇന്ന് ഞാൻ പോകുന്നില്ല അമ്മ സ്കൂളിൽ, ടീച്ചർ വർക്ക് നല്ല ടീച്ചർ അടിക്കും ഇതാന്ന് പറഞ്ഞ് നമ്മൾ വിടാതെ ഇരിക്കുവോ? ഇല്ല, അവരെ വിടും അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാനും നമ്മൾ ചെറിയ രീതിയിലൊക്കെ എല്ലാ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് ചെയ്യിപ്പിക്കണം, പഠിപ്പിക്കണം. കുഞ്ഞിലേ തൊട്ട് കൊണ്ടുവന്ന ആ ഒരു വഴി കാണിച്ചു കൊടുത്താൽ പിന്നെ അവർ ആ വഴിയെ പോയിക്കോളും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഏതൊരു മക്കളുടെ വൈക്കലി ആയാലും നമ്മൾ ടെൻഷൻ അടിക്കും. അവരെ നാം ഭഗവാന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവർ ജീവിച്ചോളും. പിന്നെ നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ ഓരോന്നും വരും, പക്ഷെ അത് തരണം ചെയ്തു പോകാൻ പറ്റും. അതാണ് വലിയ. ഇപ്പോൾ ഒരു സർജറി നടക്കുമ്പോൾ തന്നെ അവർ അനസ്തീഷ്യ തരുന്നത് എന്തിനാ? വേദന അറിയാതിരിക്കാനാ അല്ലേ. വേദനയുണ്ട്, പക്ഷെ വേദന അറിയാതിരിക്കാനാണ് അനസ്തീഷ്യ തരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ആ നാമം ചൊല്ലിയും ഭഗവത്ഗീതയൊക്കെ ഭാഗവതമൊക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും, വിഷമങ്ങൾ പല കർമ്മങ്ങൾ അനുസരിച്ചാണ്. നമ്മൾ ഈ ജന്മത്തിൽ വളരെ നല്ല ആൾക്കാരായിരിക്കും, പല ജന്മങ്ങൾ ചെയ്ത കുഴപ്പങ്ങളാണ് ഈ ജന്മത്തിൽ ദുഃഖമായിട്ട് വരുന്നത്, നല്ലതാണ് സുഖങ്ങളായിട്ടും വരുന്നത്. അപ്പോൾ അത് വരുമ്പം നമ്മൾ അറിയത്തില്ല. നമ്മൾ ആ നാമം ചൊല്ലിയും നമ്മുടെ ശാസ്ത്രം പഠിച്ചു പോകുമ്പോൾ നമ്മൾ തീ കൂടെ നടക്കും, മുള്ളിക്കൂടെ നടക്കും, പക്ഷെ നമുക്ക് പൊള്ളത്തില്ല, നമുക്ക് കുത്തത്തില്ല, നമ്മൾ അറിയത്തേയില്ല. ഭഗവാൻ നമ്മളെ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ഫീലായിരിക്കും. അതാണല്ലോ വേണ്ടത്. ഇപ്പം പായസം നല്ല നെയ്യും ഒക്കെ ഒഴിച്ച് ഇത് അണ്ടിപ്പരിപ്പും ഏലക്കൊക്കെ ഇടുമ്പോൾ നല്ല മണമായിരിക്കും അല്ലേ. പാലൊക്കെ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് എല്ലാം മുന്തിരിങ്ങ അതെല്ലാം ഇട്ട് വരുമ്പോൾ കാണാനും നല്ല ഭംഗി. പക്ഷെ ആ പായസത്തിന് മധുരം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുടിച്ചാലേ മനസ്സിലാകത്തുള്ളൂ അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മളത് ഡെയിലി ചൊല്ലിപ്പോവാ. കുട്ടികളെ മസ്റ്റായിട്ടും നാമം ചൊല്ലിപ്പിച്ചിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റെങ്കിലും എന്തെങ്കിലും നാമം ചൊല്ലിയിട്ട് പോകാൻ പറയണം. ആഹാരം കഴിച്ചിട്ട് പോവുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ടും പേരൻസ് ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കും. അതുപോലെ തന്നെ നാമവും ചൊല്ലിയിട്ട് പോകാൻ പറയണം അവരോട്. പെട്ടെന്ന് തലേന്ന് രാത്രി എല്ലാം റെഡിയാക്കി വെക്കാൻ പറയണം. എന്നിട്ട് രാവിലെ കുളിച്ചിട്ട് വരിക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അച്ഛൻ്റെ അമ്മയുടെയും പാദം തൊട്ട് അതൊരു ശീലമാക്കണം കുട്ടികൾക്ക്. അത് ചെയ്ത് ആ അച്ഛനും അമ്മയെന്ന് വെച്ചാൽ മനസ്സോടാണ് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അനുഗ്രഹം മേടിച്ച് അവർ പോയി ഡ്രസ്സൊക്കെ ഇട്ട് ഫുഡും കഴിച്ച് ഭഗവാന്റെ അടുത്ത് പോയി അറിയാവുന്ന നാമങ്ങൾ, പക്ഷെ പതുക്കെ ഭഗവത്ഗീത ഒക്കെ പഠിപ്പിക്കണം. എന്നിട്ട് അത് ചൊല്ലിയിട്ടേ പോകാവുള്ളൂ. ആ നാമം ചൊല്ലി പോകുമ്പോൾ അവർക്കാണത് നല്ലൊരിത്. ആഹാരം ശരീരത്തിനല്ലേ, അതുപോലെ തന്നെ ബുദ്ധിക്കാണ് ഈ നാമം. മറു സൈഡിൽ ഭഗവാന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്.
അതൊക്കെ നമ്മൾ ഫോഴ്സ് ചെയ്യണം. അപ്പം ആ നാമം ചൊല്ലിയും ഒക്കെ തന്നെ പോയാലുണ്ടല്ലോ ഒന്നും ആരും അറിയത്തില്ല. ഈവൻ വലിയ ആൾക്കാരായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പം കൂടുതലും മാനസിക രോഗം അങ്ങനെയൊക്കെയുള്ള ഇതിലാട്ടോ എന്താണ് പോകുന്നത്, അല്ലാതെ ഷുഗറും പ്രഷറും അല്ല ഒരു അസുഖമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആ നാമജപം ഡെയിലി ചെയ്തു പോയാൽ അത് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അത് ചൊല്ലിയാലേ പായസത്തിന് മധുരം ഉണ്ടാവുമെന്ന് അറിയണമെങ്കിൽ കുടിച്ചാലേ മനസ്സിലാകൂ എന്ന് പറയുന്ന തൊട്ട് നിങ്ങൾക്ക് എന്താണോ നാമം അറിയുന്ന ആ നാമം ചൊല്ലിപ്പോവും. അത് കണ്ടിന്യൂസ്ലി കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. രാവിലെ ആയാലും ശരി, വൈകിട്ടായാലും. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുറച്ച് 5 മിനിറ്റെങ്കിലും എന്തെങ്കിലും ചൊല്ലിയിട്ട് പോയാൽ അതൊരു പ്രൊട്ടക്ഷനും പോസിറ്റിവിറ്റിയും ഒക്കെ തന്നെയാണ്. അപ്പം ഈ ഭഗവത്ഗീത ഒക്കെ തന്നെ പഠിച്ചു പോയാൽ മതി. ഇവിടെ തന്നെ അർജുനൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു അല്ലേ, ഭയങ്കര ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒത്തിരി കഴിവുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സ്വജനങ്ങളെ കണ്ട് മനസ്സ് തളർന്നു പോയി. അതാണല്ലോ യുദ്ധം തുടങ്ങാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് തന്നെ. അപ്പം ആ ഒരു വിഷാദം, അതുമല്ല നമ്മളിവിടെ ഭഗവാന്റെ മുമ്പിലാണ് അർജുനൻ വിഷമിച്ച്, അതുകൊണ്ടാണ് നമുക്ക് ഭഗവത്ഗീത കിട്ടിയത് അല്ലെ. അർജുനന്റെ വിഷാദം ഒരു യോഗമായി മാറിയത് അല്ലെ, രോഗമാകാതെ അതൊരു യോഗമായി മാറിയാണ് ചെയ്തത്. അപ്പൊ വിഷാദ യോഗമായി മാറുക. ശാസ്ത്രങ്ങളിൽ പറയും മനുഷ്യർക്ക് ഒരു ദുഃഖം വന്നാൽ അത് തപസ്സാക്കി മാറ്റണം. ഓരോ ദുഃഖം മനുഷ്യരുടെ തപസ്സാണ്. എന്തെന്ന് വെച്ചാൽ ദുഃഖം വരുമ്പോൾ നമ്മൾ നാട്ടുകാരോടും അടുത്തുള്ള ബന്ധുക്കാരോടും ആരോടും പറയാതെ ഭഗവാനെ സമീപിക്കണം. അപ്പൊ ഈ ദുഃഖത്തെ സഹിക്കാനുള്ള ശക്തി നേടിയാൽ ആ ദുഃഖം തന്നെ തപസ്സായി മാറും. അപ്പൊ വിഷാദ യോഗമായി മാറിയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ തപസ് നമ്മൾ ഈ ദുഃഖവും ഒരു തപസ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ മൂടൽ മഞ്ഞൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മഴ വരും അല്ലെ, മഴയും വന്ന് മഴവില്ലും ഒക്കെ വന്ന് നല്ല ക്ലിയർ സ്കൈ ആവും. അതുപോലെ തന്നെ ഇരുട്ട് കഴിഞ്ഞാൽ വെളിച്ചം വരും അല്ലെ. അതുപോലെ തന്നെയാണ് ദുഃഖം കഴിഞ്ഞാൽ ആനന്ദമാണ് വരുന്നത്. അപ്പൊ ഇപ്പോൾ അർജുനന്റെ ഈ ദുഃഖം നമുക്ക് അനുഗ്രഹമായി. എന്താന്ന് വെച്ചാൽ അർജുനന്റെ ദുഃഖം, അർജുനൻ വിഷമിച്ചോണ്ടാണല്ലോ നമുക്ക് ഭഗവത്ഗീത കിട്ടിയത്. അതുപോലെ തന്നെ പരീക്ഷിത്ത് ദുഃഖിച്ചോണ്ടാണ് നമുക്ക് ഭാഗവതം കിട്ടിയത് അല്ലെ. അപ്പൊ മുത്തച്ഛൻ വിഷമിച്ചപ്പോൾ നമുക്ക് ഭഗവത്ഗീതയും കിട്ടി, പേരക്കുട്ടി ദുഃഖിച്ചപ്പോൾ നമുക്ക് ഭാഗവതവും കിട്ടി. അപ്പം അതുമല്ല, ഇത് രണ്ടും നമ്മൾ ജീവിതത്തിൽ വേറെ ഒത്തിരി ഗ്രന്ഥങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും പഠിച്ചു പോയാൽ മതി. ജീവിതം അങ്ങേയറ്റ സുഖകരമായിട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അർജുനന്റെ വിഷാദ യോഗമായി മാറിയത് യോഗേശ്വരനായ ഭഗവാൻ പരമാത്മ തത്വത്തിന്റെ കലവറ തന്നെ തുറക്കാൻ പോവുക അല്ലേ. അർജുനന് ഈ വിഷാദ രോഗമാണ് നമുക്ക് ഭഗവാന്റെ ആ ഒരു പരമാത്മ തത്വത്തിന്റെ കലവറ തന്നെ തുറക്കാൻ പോവുകയാണ് അടുത്ത സാഖ്യയോഗത്തിൽ. ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമാണ് അതാണ് സർവസ്വം. അപ്പൊ അത് നമുക്ക് അടുത്തത് എടുക്കാം. പിന്നെന്ന് വെച്ചാൽ പലരുടെയും ഒരു വിചാരമാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വായിച്ചും ഒക്കെ പോകുമ്പം ഇങ്ങനെ ആകാവൂ, നാമജപവും ഇതൊക്കെ മതി, വേറെ ഒന്നുമില്ല. ഒരിക്കലും ഇല്ല. നമ്മളുടെ ജീവിതം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ പോകാം. ഏത് രീതിയിലായാലും അതൊരു കുഴപ്പമേ അല്ല. പാർട്ടിക്ക് പോയോ പട്ടുസാരി ഉടുക്കുകയോ ആഭരണം എല്ലാം ചെയ്തു പോകാം. പക്ഷെ മനസ്സ് ഭഗവാനിൽ ലയിച്ച് കൊണ്ടുപോകണം നമ്മൾ. അത് ശങ്കരാചാര്യര് സ്വാമികളും ഭജഗോവിന്ദം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവം. യോഗരത്തോവാ ഭോഗരത്തോവാ എന്ന് വെച്ചാൽ ഒരുവൻ യോഗിയായിക്കോട്ടെ, അല്ലെ ഭോഗസുഖങ്ങളിൽ പോയിക്കോട്ടെ, സംഘത്തിൽ കൂടി നടന്നോട്ടെ, സംഘത്തിൽ മാറി നിന്ന് നടന്നോട്ടെ, എങ്ങനായാലും കുഴപ്പമില്ല. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം. ചിത്തം എന്ന് വെച്ചാൽ മനസ്സ്. ആരുടെ മനസ്സാണോ ഭഗവാനിൽ രമിച്ചു പോകുന്നത് അതാണ് ഏറ്റവും വലിയ ആനന്ദം. അതാണ് നന്ദത്തി നന്ദത്തി നന്ദത്യേവം. അതാണ് സദാ ആ ഒരു ആനന്ദത്തോടു കൂടിയായിരിക്കും നമ്മൾ രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എൻജോയ്മെന്റിനും എന്റർടൈൻമെന്റിനും ഒരു കുഴപ്പമില്ല. അതെല്ലാം സൈഡിൽ കൂടെ പൊയ്ക്കോട്ടെ, പക്ഷെ മനസ്സ് ഭഗവാനിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ വേറെ ഒരു ഇതും പറയുന്നുണ്ട്. ഭജഗോവിന്ദത്തിൽ തന്നെയാണ് ഗേയം ഗീതാനാമ സഹസ്രം
ध्येयं श्रीपतिरूपमजस्रं नेयं सज्जनसङ्गे चित्तं ദേയം ദീനജനായ ച വിത്തം എന്ന് വെച്ചാൽ ഗേയം ഗീത നാമ സഹസ്രം എന്ന് വെച്ചാൽ ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും നമ്മൾ ഗാനം ചെയ്യണം ഡെയിലി. ഇതൊരു ഗൃഹസ്ഥാശ്രമി പാലിക്കേണ്ടത്, നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമികളാണ്, ഒരു ഗൃഹസ്ഥാശ്രമി പാലിക്കേണ്ടതാണ്. പിന്നെ ധ്യേയം ശ്രീപതി രൂപമജസ്രം, ധ്യാനിക്കണം. ധ്യേയം എന്ന് വെച്ചാൽ ധ്യാനിക്കണം. ആരുടെ? ശ്രീപതിയുടെ രൂപം, ഭഗവാന്റെ രൂപം. സഹസ്രം, എല്ലായ്പ്പോഴും. അതുപോലെ നേയം സജ്ജന സംഗേ ചിത്തം എന്നുവെച്ചാൽ എപ്പോഴും നമ്മുടെ ആ ഒരു മനസ്സ് സജ്ജനങ്ങളുമായിട്ടായിരിക്കണം, സത്സംഗം, നല്ല ആളുകളുമായിട്ടായിരിക്കണം നമ്മൾ. അങ്ങനെ വേണം നമ്മൾ നയിച്ചു കൊണ്ടുപോകാൻ. പിന്നെ ദേയം ദീനജനായച്ച വിത്തം എന്ന് വെച്ചാൽ, വിത്തം എന്ന് വെച്ചാൽ ധനം. നമ്മൾ ധനം കൊടുത്ത് സഹായിക്കേണ്ട ആർക്കാ? ആവശ്യക്കാർക്ക്, ബുദ്ധിമുട്ടുള്ളവരെ, ദീനവരായിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ വിത്തം എന്ന് പറഞ്ഞാൽ ധനം കൊടുത്ത് സഹായിക്കേണ്ട, അല്ലാതെ ഉള്ളവർക്ക് കൊടുത്ത് പേരടിക്കുകയല്ല ചെയ്യേണ്ട. അപ്പൊ ഇതൊക്കെ ഒരു ഒരു ഗൃഹസ്ഥന്റെ ധർമ്മത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പാലിക്കേണ്ടത്, അതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മൾ പാലിക്കേണ്ട ധർമ്മത്തെക്കുറിച്ച് ആചാര്യസ്വാമികൾ എന്നുവെച്ചാൽ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതാണ്. അപ്പൊ ഭഗവത്ഗീത പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, വിഷ്ണു സഹസ്രനാമം ഡെയിലി ചൊല്ലുക, അതുപോലെ തന്നെ സദാസമയം ആ ഭഗവാന്റെ രൂപം മനസ്സിൽ കൊണ്ട് നടക്കുക. അതുപോലെ സജ്ജനങ്ങളുമായിട്ട് വേണം നമ്മുടെ കൂട്ടുകെട്ടും. അതുപോലെ തന്നെ ദീനരായ ആൾക്കാർക്ക്, ഉള്ളവർക്ക് കൊണ്ടുപോയി പേരെടുക്കാതെ ആവശ്യക്കാർക്ക് എന്ന് വെച്ചാൽ ദീനരായിട്ടുള്ളവർക്ക് വേണം നമ്മളുടെ ധനം നമ്മൾ കൊടുത്ത് സഹായിക്കേണ്ടത്. അല്ലാതെ വേണ്ടാത്ത സംസാരങ്ങളിലോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ പോകാൻ പാടില്ല. ഇവിടെ കുറേ അടുത്ത് ബ്രൂഹി ബ്രവീത് എന്നൊക്കെ വന്നു എന്ന് വെച്ചാൽ പറയൂ. ഒരു കുഞ്ഞൊരു ഭജന തന്നെ ഉണ്ട്. ബ്രൂഹി മുകുന്ദേ തേ രസനേ ബ്രൂഹി മുകുന്ദേ തേ കേശവ മാധവ ഗോവിന്ദേതി കേശവ മാധവ ഗോവിന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി കൃഷ്ണാനന്ദ സദാനന്ദേതി ബ്രൂഹി മുകുന്ദേതി രസനേ ബ്രൂഹി മുകുന്ദേതി. ഇത് സദാശിവം ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞൊരു ആചാര്യകളാണ് എഴുതിയത്. ബ്രൂഹി എന്ന് വെച്ചാൽ പറയൂ, രസനെ എന്ന് വെച്ചാൽ നാവിനെ നമ്മൾ രസിപ്പിച്ചെടുക്കാൻ. എന്തുവാ? കൃഷ്ണേത്തി ഗോവിന്ദേത്തി മാധവേത്തി, ആ ഭഗവാന്റെ നാമങ്ങള് നമ്മളിങ്ങനെ പറഞ്ഞ് അപ്പൊ ആ നാവിന് വേറെ കൊതിഞ്ഞോണയോ വേണ്ടാത്ത അസൂയസോ വേറെ ഒരു വഴക്കോ ഒരു സംസാരങ്ങളിൽ പോകാതെ ആ നാവിനെ രസിപ്പിച്ചെടുക്കാൻ ഈ നാമങ്ങളും കൊണ്ട്, ഭഗവാന്റെ നാമങ്ങളും കൊണ്ട്. ഒരു കുഞ്ഞൊരു ആചാര്യന്മാര് പറയുന്ന ഒരു കുഞ്ഞൊരു കഥ പറയാം. പല്ലും നാവും തമ്മിൽ ഒരു സംവാദം ഉണ്ടാവും. അപ്പൊ നാവ് പല്ലിനോട് പറയേ, പല്ലേ നീ ഒരു വലിയ കർമ്മയോഗിയാ, നീ അല്ലേ എല്ലാം എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നന്നായിട്ട് കടിച്ച് പൊടിച്ചൊക്കെ തരുന്നേ, പക്ഷെ നിനക്കത് രുചിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനല്ലേ എല്ലാം രുചിക്കുന്നത്, നീ ഒരു കർമ്മയോഗി തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ പല്ല് നാവിനോട് പറയാം, അതെ. അപ്പം നാവ് പറയും, എനിക്ക് നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പം നാവിനോട് പല്ല് പറയും, നീ എന്നെ കർമ്മയോഗി എന്ന് വിളിച്ചില്ലേ, അത് തന്നെ മതി, പക്ഷെ ഒരു സഹായം ചെയ്യണം. നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ നിന്റെ നാവങ്ങ് അകത്തിടും, പക്ഷെ ആൾക്കാരെ പറയുന്നത് അടിച്ച് പല്ല് തെറിപ്പിക്കുമെന്നാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാവിന് വേണ്ടാത്ത സംസാരങ്ങളൊന്നും കൊടുക്കാതെ ആ ഭഗവത് നാമങ്ങളും ചൊല്ലി ആ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ആ മുന്നോട്ട് പോകുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സർവസ്വം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ അർജുനന്റെ വിഷാദം ഒരു യോഗമായി മാറി, അല്ലെ രോഗമായി മാറിയാണ്, അല്ലെ ഭഗവാന്റെ മുമ്പിലായോണ്ട് ആ രോഗം യോഗമായി മാറി. അപ്പം നമ്മളായാലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് വിഷമങ്ങളും കർമ്മങ്ങൾ അനുസരിച്ചാണ് വരുന്നത്, അത്രയേ ഉള്ളു. പക്ഷെ ആ ഭഗവാനുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് നെഗറ്റീവ് എനർജി അവർക്കൂടെ കൊടുക്കണ്ട, അല്ലേ? പ്രയോജനമൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ പറയാൻ പോകുന്നത്? ചിലവര് പരിഹസിക്കും, ചിലവര് ഭയങ്കര സഹതാപം കാണിക്കും, ചിലവര് ദുഃഖിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ.
ആ ഭഗവാനെ മുറുക്കെ പിടിച്ചു പോവുക. ആ ഭഗവാനാണ് സർവസ്വം. ആ ഭഗവാനേ ഉള്ളു. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ ആ ഭഗവാനാണ് നമ്മുടെ കൂടെ അല്ലേ. ജനിക്കുമ്പോൾ അച്ഛനും അമ്മയും ബന്ധുക്കാരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ്, ഭാര്യ, മക്കൾ, പിന്നെ കുറേ ബന്ധുക്കാർ. നമ്മളെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. ഓരോ സ്റ്റേഷൻ വരുമ്പോൾ ഇറങ്ങി പോകുന്ന കൂട്ട് ഓരോ പേര് ഈ ലോകത്തുനിന്ന് പോവുക. പക്ഷെ ജനനം തൊട്ട് മരണം വരെ ആരാണ് നമ്മുടെ കൂടെയുള്ള ആ ഭഗവാൻ. അപ്പം ആ ഭഗവാനെ മുറുക്കപ്പെടുക്കുക. ആ ഭഗവാനാണ് എല്ലാം. പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കുറച്ച് ഫാസ്റ്റ് ആയിരുന്നോ എന്നറിയില്ല. പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.